അതുല്യ ആചാര്യനായ അത്ഭുത ആചാര്യനായ പി കെ ബാലകൃഷ്ണൻ സാറിൻ്റെ ആത്മാവിന് മുന്നിൽ ഞാൻ നമസ്കരിക്കുകയും ഇങ്ങനെയൊരു പ്രസംഗം അദ്ദേഹത്തെക്കുറിച്ച് നടത്തുന്നതിനെ അനുഗ്രഹിക്കണമെന്ന് അർത്ഥിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം എന്നെ തിരിച്ചറിയും. കാര്യം അതിനു വേണ്ട വ്യക്തിബന്ധം അല്ലെങ്കിൽ മുഖപരിചയം എനിക്ക് അദ്ദേഹവുമായി ഉണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഞാനതിലേക്ക് വരാം. എൻ്റെ മുന്നിലിരിക്കുന്ന സദസ്സിന് നമസ്കാരം. ഞാൻ ഒരു വക്കീലൊന്നും അല്ലെങ്കിലും ഇപ്പോൾ ഒരു കേസ് കെട്ടിന് മുന്നിലാണ്. വക്കീലിവിടെ എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജയചന്ദ്രൻ, ചെറുതൂർ ജയചന്ദ്രൻ. ഞങ്ങൾ ഒരു ബെഞ്ചാണ്. ഈ കെട്ടിടമായിരുന്ന സ്ഥാനത്ത് ഒരു പഴയ കെട്ടിടം ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ കൗഷട്ട് എന്നാണ് വിളിച്ചിരുന്നത്. കന്താലികളെയൊന്നും കൊണ്ട് കെട്ടില്ല, അതിന് പകരം ഞങ്ങളെ കൊണ്ട് കെട്ടുമായിരുന്നു. ഇടയ്ക്ക് എല്ലാ ദിവസവും ക്ലാസ്സില്ല, ഇടയ്ക്ക് അവിടെ നിന്ന് റോഡിൻ്റെ അപ്പുറത്ത് വരും. അന്ന് അടുത്തടുത്തിരുന്ന് പഠിച്ചൊരു കക്ഷിയാണ് ഇരിക്കുന്നത്. ഞാൻ സംസാരത്തിൽ എന്തെങ്കിലും പോകൃത്തരം പറഞ്ഞ് അടി കിട്ടുകയാണെങ്കിൽ പിടിക്കാൻ വന്നിരിക്കുക. പണ്ടേ ഉണ്ട്. അപ്പോൾ ഞാൻ ജയേന്ദ്രനെ അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ ഈ കേസ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ചെറിയ കേസല്ല. ഇത് ഭാസ്കരേന്ദ്രൻ പഠിച്ച കോളേജാണെന്നുള്ളത് മറക്കുക. ഇത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രപതി പഠിച്ച കോളേജാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി മുതൽ മൈനർ ഫെല്ലോയെ ഞാൻ വരെ പഠിച്ച കോളേജിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സൂക്ഷിക്കട്ടെ. 100 വർഷം പൂർത്തിയായ വേറെ ഏതെങ്കിലും സാംസ്കാരിക സംഘടന കേരളത്തിലുണ്ടോ? കേരളം ഒന്നാവുന്നതിന് എത്രയോ മുമ്പ് തന്നെ കേരളത്തെ സമസ്തമാക്കിയ സമസ്ത സാഹിത്യ പരിഷത്ത്, സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. അത് പണ്ടും ഒരു എറണാകുളം ബെൽറ്റ് അല്ല കേട്ടോ. അത് എൻ്റെ ഓരോ സമ്മേളനവും ഓരോ ജില്ലകളിലാണ് നടത്തിയിരുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. വള്ളത്തോളും ഉള്ളൂരും ഒക്കെ ഉള്ള ആചാര്യന്മാർ നേതൃത്വം വഹിച്ചിരുന്നപ്പോൾ ഓരോ ജില്ലയിൽ കോഴിക്കോട്ട്, കണ്ണൂർ, തിരുവനന്തപുരത്ത്, കൊല്ലത്തൊക്കെയാണ് അത് നടത്തിയത്. ഓരോ വർഷം ഓരോ ജില്ലയിലാണ് അത് നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു പ്രഭാവമൊക്കെ കുറേ മറ്റ് കാര്യങ്ങൾ, സാഹിത്യ അക്കാദമി അത് ഇതൊക്കെ വന്നപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും 100 വർഷം ഗംഭീരമായി ആഘോഷിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, സാഹിത്യ പരിഷത്തിൻ്റെ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. 3, ഞാൻ സാധാരണ നേരിടുന്ന ഒരു സദസ്സല്ല ഇത്. ഇതുപോലൊരു സദസ്സിനെ ഞാൻ സാധാരണ നേരിടാറില്ല. എന്നുവെച്ചാൽ ഇതൊരു അക്കാഡമിക് സദസ്സാണ്. സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികളും അവരെ പഠിപ്പിക്കുന്ന ഡോക്ടറേറ്റൊക്കെ ഉള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ സാഹിത്യമൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അക്കാദമിക്കായിട്ട്. ഡോക്ടറേറ്റിൻ്റെ കവലയിലൊക്കെ എത്തിയിട്ട് പത്രപ്രവർത്തനത്തിലേക്ക് വഴിതിരിഞ്ഞ് പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ നിരന്തരവും അവിരാമവുമായ അക്കാദമിക് സാഹിത്യ ധ്യാനം ഒരു പത്രപ്രവർത്തനം സാധിക്കില്ലല്ലോ. ഞാനിത് എൻ്റെ ഒരു പരാധീനതയായിട്ട് പറയുന്നതല്ല. അക്കാദമിക് അല്ലാതാവുന്ന ഒരു പരാധീനതയൊന്നുമല്ല. നിങ്ങൾ മലയാള ഗദ്യ സാഹിത്യത്തിൻ്റെ ചരിത്രമെടുത്താൽ നിലനിൽക്കുന്ന ഏത് കൃതിയും അൺഅക്കാഡമിക്കാണ്. അക്കാഡമിക്കായ ഒന്നും നിലനിൽക്കില്ല. കുട്ടികൃഷ്ണന്മാരുടെ ഭാരത പര്യടനം അക്കാഡമിക്കാണ്. അക്കാഡമിക്കാണെങ്കിൽ അർജുനൻ ഒരു പഠനമെന്ന് പറഞ്ഞില്ലേ ലേഖനം എഴുതുന്നത്. അതെന്തിനാണ്? കഥാസന്ദർഭങ്ങളിൽ കൊണ്ടു നിർത്തി കഥാപരമായ ആകാംക്ഷ ഉണർത്തി ഒരു കഥാപാത്രത്തെ പഠിക്കുന്നത് അക്കാഡമിക്കായ രീതിയാണോ? അല്ലല്ലോ. അപ്പം അർജുനൻ എന്ന ഒരു പഠനത്തിൻ്റെ സ്ഥാനത്ത് അർജുന വിഷാദയോഗം വരുന്നത് അൺഅക്കാഡമിക്കായിട്ട് മഹാഭാരത കഥയെ സമീപിച്ചതുകൊണ്ടാണ്. ഋഷ്യസിംഗൻ്റെ കഥയിൽ വ്യാസൻ്റെ ചിരി കണ്ടുപിടിച്ചത് മഹാഭാരത കഥയെ അൺഅക്കാഡമിക്കായി സമീപിച്ചതുകൊണ്ടാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, അക്കാഡമിക്കായ എല്ലാ ശേഷിയും കൈവരിച്ച ശേഷം അൺഅക്കാഡമിക്കാവുക എന്നതാണ് എൻ്റെ കാര്യം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി രൂപഭദ്ര എന്നൊക്കെ തുടങ്ങി സാഹിത്യ സൈദ്ധാന്തികതയുടെ ഒരുപാട് അക്കാദമിക് തലങ്ങൾ സ്പർശിച്ചുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷേ തോന്നയ്ക്കൽ കണ്ട കാഴ്ചകൾ നിലനിൽക്കും, മറ്റെല്ലാം പോവും, പൊളിഞ്ഞു. എന്തുകൊണ്ട് തോന്നയ്ക്കൽ കണ്ട കാഴ്ചകൾ അവശേഷിക്കുന്നു? അത് അക്കാഡമിക്കാണ്. ആ ചുവരിലെ കരിയെക്കുറിച്ച് പറയുന്നില്ലേ? ആ കരി നമ്മൾ തള്ളവരിൽ കൊണ്ടെന്ന് തൊട്ട് നെറ്റിയിലോട്ട് ഇട്ടില്ലേ ഒരു വായനക്കാരൻ? അതാണ് അൺഅക്കാഡമിക്കായ എഴുത്ത്. വേമ്പനാട്ടുകായലിലെ ചന്ദ്രിക ചർച്ചിത രാത്രികളിൽ നിന്ന് എം കൃഷ്ണൻ നായർ സാഹിത്യതത്വം ഉൽപ്പാദിപ്പിക്കുന്നത് അക്കാഡമിക്കാണ്, അല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് പരാധീനത എന്നതിൽ ഞാൻ പറയുന്നില്ല. ഞാൻ പി കെ ബാലകൃഷ്ണനെ അൺഅക്കാഡമിക്കായിട്ട് എനിക്ക് സമീപിക്കാൻ കഴിയും. 4ാമത്തെ ഈ കേസ് കിട്ടുമെന്ന് പറയുന്നത് ഈ BKB തന്നെയാണ്. ചെറിയ കേസാണ്.
അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാവുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ പുസ്തകങ്ങളൊക്കെ നന്നെടുത്ത് മറിച്ച് നോക്കാമെന്ന്. ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ചു. എന്നിലെന്താണ് കാണാപ്പാഠമായി PKB ഏത് രൂപത്തിലാണ് ശേഷിക്കുന്നത് അത് മാത്രം പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ ഒരൊറ്റ പുസ്തകവും വായിച്ചിട്ടില്ല. ഇവിടെ പ്രസംഗിക്കാനായി PK ബാലകൃഷ്ണൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകമോ PK ബാലകൃഷ്ണനെക്കുറിച്ചുള്ള പുസ്തകമോ ഞാൻ വായിച്ചിട്ടേ ഇല്ല. ഞാനിവിടെ എന്ത് PKBയെക്കുറിച്ച് പറഞ്ഞാലും അതെൻ്റെ കാണാപ്പാഠമാണ്. PKBയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് ഒരു എല്ല് കൂടുതലാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആരേക്കാളും ഒരു എല്ല് എനിക്ക് കൂടുതലുണ്ട്. എന്തെന്നാൽ PKB ഇരുന്ന് പ്രവർത്തിച്ച പത്രസ്ഥാപനത്തിൽ അദ്ദേഹം ദീർഘനാൾ പത്രപ്രവർത്തനം നടത്തിയ കേരള വിജയിലേക്ക് അവിടെ നിന്നാണല്ലോ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ച ശേഷം അദ്ദേഹം പുറത്ത് പോയതും കേസും വഴക്കും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് ഡ്രാമ ഉണ്ടല്ലോ. അദ്ദേഹം പ്രവർത്തിച്ച ആ മുറിയിലിരുന്ന് പത്രപ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ. അതേ ഇരുന്ന് അതേ കസേരയിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഈ പത്രസ്ഥാപനത്തിലെ തടി കസേരകളൊക്കെ ആ കാലത്ത് അത് തുടങ്ങിയ കാലം വരെ ഉള്ള തടി കസേരകളാണ്. ഇപ്പം മാറിക്കാണും, ഇപ്പം കസേരകളൊക്കെ മാറിക്കാണും. ഞാനിരുന്ന തടി കസേരകളിൽ ഒന്ന് എന്തായാലും PKB ഇരുന്ന കസേര തന്നെയാണ്. അപ്പോൾ ഈ PKB ഇരുന്ന കസേരയിലിരുന്ന് PKB ന്യൂസ് പ്രിൻ്റ് വെച്ച് കഴിഞ്ഞാൽ അതേ മേശമേൽ ഇരുന്ന് എത്രയോ വർഷം വലിയ ആളാണ് ഞാൻ. അതാണ് ഒരു എല്ല് കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങനെ വീണ്ടും മനസ്സുകൊണ്ട് പോയിരിക്കുമ്പോൾ PKB പറഞ്ഞൊരു വാക്യം ലോകത്തിലെ ഏത് മീഡിയ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കാവുന്നൊരു വാക്യം PKB പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാം? വില്യം ഷേക്സ്പിയറുടെ ഓഥല്ലോ ആണെങ്കിലും കൈയെഴുത്ത് പ്രതിയായി കിട്ടിയാൽ ഞാൻ 2 വെട്ട് വിട്ടു. നിങ്ങൾ ആലോചിക്കണം, PK ബാലകൃഷ്ണൻ പറഞ്ഞത് വിശ്വപ്രസിദ്ധനായ വില്യം ഷേക്സ്പിയറെ വെട്ടി ചവറ്റുകുട്ടയിലിടുന്ന ഒരു എഡിറ്റർ. നിങ്ങൾ അങ്ങനെ വേറെ എഡിറ്റർ ആലോചിക്കണം. ആ എഡിറ്ററുടെ പേരാണ് PK ബാലകൃഷ്ണൻ. ഒപ്പ്. ഞാൻ ഈ ഒപ്പ് എന്ന് പറഞ്ഞതിനകത്തൊരു സൂചനയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. PK ബാലകൃഷ്ണൻ എഴുതിയ വചനങ്ങൾ പോലെ തന്നെ അദ്ദേഹം സംസാരിച്ച ഡയലോഗുകൾ കൂടിയാണ്. അത് പത്രസ്ഥാപനത്തിൽ അദ്ദേഹം പ്രവർത്തിച്ച പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് അത് ഒരുപാട് എൻ്റെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു PKB മൂഡ് സൃഷ്ടിക്കാനായിട്ട് അതിൽ കുറേ എണ്ണം അങ്ങ് വാരി വിതറാൻ പോവുകയാണ്. ക്ഷമിക്കണം. PKB പറഞ്ഞു. അദ്ദേഹം K ബാലകൃഷ്ണൻ്റെ കൗമുദി ആഴ്ചപ്പതിപ്പിൽ മലയാളത്തിലൊരു ഞാൻ പേര് പറയുന്നില്ല, കാരണം അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്. PKB എൻ്റെ മാനസ ഗുരുവാണെങ്കിൽ അദ്ദേഹം അക്ഷരാർത്ഥ ഗുരുനാഥനാണ്. ജയന്തൻ്റെയൊക്കെ ഗുരുനാഥനാണ്. ഇവർ രണ്ടും കൂടെ ഉടക്കായി. ഉടക്കെന്ന് പറഞ്ഞാൽ പച്ച തെറി അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഇത് ഒരു സ്റ്റേജ് ആയപ്പോൾ ഒരു വായനക്കാരൻ ചോദിച്ചു, ബാലകൃഷ്ണൻ സാറേ ഇത് ആവശ്യമുണ്ടോ? ചുമ്മാ ഇത് ചെളിവാരി എറിയലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് മുഴുവൻ കരിയായി, വേഷം മുഴുവൻ ചെളിയായില്ലേ. അപ്പോൾ PK ബാലകൃഷ്ണൻ പറഞ്ഞു, എടാ ഒരുത്തൻ ചാണാക്കുഴിയിൽ ഇറങ്ങി നിന്ന് പോകൃതനം കാണിച്ചാൽ അവനെ നേരിടാൻ നമുക്കും ചാണാക്കുഴിയിൽ ഇറങ്ങേണ്ടി വരും. കോട്ടല്ലേ? എന്ത് മനോഹരമായ കൊട്ടേഷനാണത്. ഒറ്റ തവണ ഞാൻ കേട്ടുള്ളൂ, കാണാൻ പഠിച്ചു. അത് മറ്റേ തോന്നില്ല, ബോധല്ലേ ആയാലും ഞാൻ പെട്ടു വന്നു. 2 വെട്ട് കയ്യെഴുത്ത് പറഞ്ഞായിട്ട് കിട്ടണം. പക്ഷേ ലോകത്തിലെ ഏത് എഴുത്തുകാരനേക്കാൾ, ഏത് മഹാനായ എഴുത്തുകാരനേക്കാൾ 1 ഇഞ്ച് മുകളിലാണ് എഡിറ്റർ എന്ന വലിയൊരു തത്വമാണ് PKB അങ്ങനെ പറഞ്ഞത്. PKB ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഉദാര ശിരോമണി റോഡിലുള്ള വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ മാനവികത എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു കഴിയും. നോക്ക്, നമ്മൾ മഹത്തായ വാക്കുകളെന്നും പറഞ്ഞ് കൊണ്ട് നടക്കുന്നതിനെ ചവറ്റുകുട്ടയെ എടുത്തിടുക, അതിനെയും വെട്ടി ചവറ്റുകുട്ടയിൽ. അതിൻ്റെ പിന്നിലൊരു ഫിലോസഫി കാണും. അതൊന്നും നമ്മളെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ അതൊന്നും പറയാൻ സാധിക്കില്ല. പുറം മുഴുവൻ ചൊറിഞ്ഞു കഴിയും. M ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ ആചാര്യത്വം നമസ്കരിച്ചുകൊണ്ട് PKB എൻ്റെ അടുത്ത് പറയുകയാണ്, M ഗോവിന്ദൻ്റെ കവിതയെക്കുറിച്ച് ചോദിക്കരുത്, ഞാൻ ഒരു അക്ഷരം പറയില്ല. ഞാൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ പറയും, സാറേ ഇനി വല്ല അക്ഷരം ബാക്കിയുണ്ടോ M ഗോവിന്ദൻ്റെ കവിതയെക്കുറിച്ച് പറയാൻ? സാറും ചിരിച്ചു. ഒരക്ഷരം പറയില്ല. നിരാഹാര സത്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞറിയാം. ഇന്ത്യയിലെ 10,000 പേടിത്തൊണ്ടന്മാരെ ധീര സ്വാതന്ത്ര്യ സമര ഭട്ടന്മാരാക്കിയ സമര പ്രസ്ഥാനമാണ് നിരാഹാര സത്യാഗ്രഹം. അല്ല കടത്തിണ്ടേലോ മരത്തിലോ പോയി പട്ടിണിടാൻ പോയി. നിങ്ങൾ ആരെങ്കിലും ആരുമായിട്ടാണ് വാൾ കോർക്കുന്നത്? സാക്ഷാൽ മഹാത്മാഗാന്ധിയുമായിട്ട് കിരുകിര വാൾ കോർക്കുകയാണ്.
അപ്പോൾ ചോദിക്കും ഗാന്ധിയുടെ കയ്യിൽ വാളുണ്ടോ? ബാലകൃഷ്ണൻ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് വാൾ. ഒട്ടാ പിടിക്കാതിരിക്കാൻ പറ്റില്ല. അടുത്ത നിമിഷം ഗിരിഗിര കൂടെ ചെയ്യണം. എന്താണ് ഞാൻ പി കെ ബാലകൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ പി കെ ബാലകൃഷ്ണൻ്റെ തലമുറയിലെ മറ്റെഴുത്തുകാരിൽ ഇല്ലാത്തതും പി കെ ബാലകൃഷ്ണൻ ഉള്ളതുമായ ആ പർട്ടിക്കുലർ എലമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പി കെ ബാലകൃഷ്ണൻ്റെ എഴുത്തിൽ ഒരു ബാറ്റിൽ ഫീൽഡുണ്ട്. മഹാപ്രസ്ഥാനത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മലയാള സാഹിത്യത്തിൽ ഒരു മഹാപ്രസ്ഥാനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ വീണവരിൽ ഒരാൾ പി കെ ബാലകൃഷ്ണൻ. അത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് യുദ്ധത്തിനിടയിലല്ല വീണത്. അത് മഹത്തായ അജയ്യമായ ആത്മഹനനപരമായ യുദ്ധാനന്തര വീഴ്ചയാണ്. അതൊരു നിശബ്ദത ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ പി കെ ബാലകൃഷ്ണൻ ഉറങ്ങാൻ പോയതിനു ശേഷം 3.5 പതിറ്റാണ്ടായി കേരളത്തിലെ ബൗദ്ധിക ലോകം അദ്ദേഹത്തിന് തിരിച്ചു നൽകുന്നത് ആ നിശബ്ദതയാണ്. ആ നിശബ്ദത ഇവിടെ സ്പഞ്ചിക്കുകയാണ് സാഹിത്യ പരിഷത്ത്. തിരുവനന്തപുരത്ത് ചർച്ചാവേദി ബാബു എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഈ മരിച്ചുപോയ ഒരു പ്രശസ്ത എഴുത്തുകാരെ ഓർമ്മിക്കുവാൻ മാസം തോറും ചർച്ച നടത്തിയിരുന്ന ഒരാളാണ്. 2 പേരുടെ ഓർമ്മ പെരുന്നാളുകളാണ് പ്രാസംഗികരെ കിട്ടാത്തതിനാൽ അദ്ദേഹത്തിന് ആഘോഷിക്കാൻ കഴിയാതെ പോയത്. പ്രാസംഗികരെ കിട്ടുന്നില്ല. മകൻ അമേരിക്കയിൽ നിന്ന് വരുന്നു, പോകണം, അല്ലെങ്കിൽ ചെട്ടിക്കുളങ്ങര ഭരണിയാണ്, എനിക്ക് പോയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിയും. ഒരാൾ എം കൃഷ്ണൻ നായർ സാറും മറ്റൊരാൾ പി കെ ബാലകൃഷ്ണനാണ്. എന്താണ് കാരണം? 2 പേരും മലയാള സാഹിത്യത്തിൽ വിയോജനക്കുറിപ്പുകളുടെ വസന്താചരണം നടത്തിയവരാണ്. അവരെ എതിർത്തവരാണ്, അവർ വിയോജിച്ചവരാണ്, അവർ തള്ളിപ്പറഞ്ഞവരാണ്. അങ്ങനെ ഒരാളെ ഒന്നും വാഴിക്കില്ല സാർ. അതുകൊണ്ട് ഞാൻ സാഹിത്യ പരിഷത്തിൻ്റെ നീണ്ട വിരലുകളിൽ പിടിച്ച് ഞാനൊന്ന് ചുംബിച്ചു കൊള്ളട്ടെ നിങ്ങൾ പി കെ ബാലകൃഷ്ണനെ ആദരിക്കുമ്പോൾ. നമ്മൾ ഒരു ഡയലോഗായിട്ടാണ് ഈ പി കെ ബായി എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നത് കേട്ടോ. അതുകൂടെ പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനാണ് പഠിക്കുന്ന കാലത്തെ. ഒരു ദിവസം എനിക്കൊരു ഫോൺ വന്നു. അദ്ദേഹം വേറെ ഒരു സീനിയർ എഡിറ്ററുടെ ചോദിച്ച് ഉറപ്പ് വരുത്തി എന്നെ വിളിക്കുകയാണ്. ഞാൻ അപ്പോൾ ഈ തന്ന സീനിയർ എഡിറ്റർ പറഞ്ഞു പി കെ ബാലകൃഷ്ണൻ വിളിക്കുന്നു. ഞാനൊന്ന് ഞെട്ടി, ഇടുങ്ങി. ഞാൻ ഫോൺ ചേർത്തു. എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ പുതിയ സിനിമയിലെ എഴച്ചിലിനെ പരിഹസിച്ചുകൊണ്ട് ഇന്നത്തെ കേരളമതിയിൽ ലേഖനം എഴുതിയ SB? നമ്മൾ സാർ, ഞാൻ SB എന്ന പേരിൽ ലേഖനം എഴുതാറുണ്ട്. നിങ്ങളാണോ എഴുതിയത്? ഈ ആർട്ട് ഫിലിം എന്ന് പറയുന്ന ഫിലിം കാണാൻ തിയേറ്ററിൽ ആളുകൾ വരുന്നത് ശവമടക്കൽ പങ്കെടുക്കാൻ വരുന്ന പോലെയാണോ? സാർ, ഞാൻ അങ്ങനെ എഴുതി. ആ ലേഖനത്തിന് താഴെ പി കെ ബാലകൃഷ്ണൻ ഒപ്പ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ താഴെ വെച്ചു. ഞാൻ അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ല ഒപ്പ് എന്ന്. അദ്ദേഹം ഫോൺ താഴെ വെച്ചെങ്കിൽ ഞാനിതും പിടിച്ചുകൊണ്ട് സ്തംഭിച്ചു നിന്ന് കുറച്ച് നേരം കൂടി. നിങ്ങൾ നോക്കണം, ഒരു എഴുത്തുകാരനെ വിളിച്ചിട്ട് അയാളുടെ ലേഖനത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നതിനകത്ത് തന്നെ അതിഗംഭീരമായ PKB ടച്ച്. നിങ്ങളുടെ ലേഖനം നന്നായിരിക്കുമെന്നല്ല പറഞ്ഞത്, ആ ലേഖനത്തിൻ്റെ താഴെ പി കെ ബാലകൃഷ്ണൻ ഒപ്പ് എന്നാണ് പറഞ്ഞത്. മറക്കാൻ സാധിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഉദാര ശിരോമണി റോഡിലുള്ള വീട്ടിൽ അന്ന് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ കൂട്ടി ചെറിയ പ്രായത്തെ അവിടെ കാണുമായിരുന്നിരിക്കാം. ഞാൻ 1989 കേരളത്തിൽ ഓണപ്പതിപ്പിന് ലേഖനം ചോദിക്കാനാണ് പോയി. അദ്ദേഹം നിയമയുദ്ധം നടത്തി തോറ്റ പത്രസ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ ജെല്ല് ചെയ്യണം. എന്നെ ഗേറ്റൗട്ട് അടിക്കാൻ ഉള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. സാരമില്ല, BKB അല്ലേ ഗേറ്റൗട്ട് അടിക്കുന്നത്, അതൊരു സുഖമാണ് എന്ന് പറഞ്ഞു പോയി. അദ്ദേഹം വളരെ ശാന്തനായിട്ട് എൻ്റെ മുമ്പ് ഇരുന്നിട്ട് പറഞ്ഞു, ലേഖനം എഴുതാൻ എനിക്ക് ധാരാളം സമയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഉറക്കമില്ല, എനിക്ക് ഉറങ്ങാനേ സാധിക്കുന്നില്ല. ഞാൻ അന്തം വിട്ട് ആ മുഖത്തോട്ട് നോക്കി. ഉറക്കമില്ലായ്മ എന്ന മെറ്റഫറിനെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന ശീർഷകത്തിലൂടെ വിഗ്രഹവൽക്കരിച്ച എഴുത്തുകാരൻ എൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നത് എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അത് എന്തൊരു പറച്ചിലാണ്. ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുമ്പോൾ ഉറക്കമില്ലായ്മയാണ് അപ്പുറത്തുള്ളത്. മലയാള നോവലിൽ ഉറക്കം എന്ന ആർക്കിടൈപ്പിനെ അല്ലെങ്കിൽ മെറ്റഫറിനെ, ഉറക്കമില്ലായ്മ എന്ന മെറ്റഫറിനെ ഝം എന്ന ശബ്ദത്തോടുകൂടി എടുത്തിട്ട് നോവലിസ്റ്റ് പറയുകയാണ് എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. എന്ത് ഭയങ്കരമാണത്. ഞാൻ പിന്നീട് വേറൊരു വലിയ എഴുത്തുകാരൻ, രാഷ്ട്രീയ ആചാര്യനായ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പം ഞാൻ ഓർക്കുകയാണ്.
കണിയാപുരം രാമേന്ദ്രൻ ചേട്ടനാണ് എൻ്റെ അടുത്തത് പറഞ്ഞത്. വാസുര, ഞാൻ ഈശ്വര വിശ്വാസിയല്ല, പക്ഷേ എനിക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഈശ്വര വിശ്വാസിയല്ലാത്ത ഞാൻ വീടിൻ്റെ ടെറസിൽ കയറി നക്ഷത്രങ്ങളിലേക്ക് നോക്കി, ദൈവമേ എനിക്കിത്തിരി ഉറക്കം തരൂ എന്ന് പറയും. ഞാൻ പി കെ ബാലകൃഷ്ണൻ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞത് നിരീശ്വരവാദിയായ കണിയാപുരം രാമേന്ദ്രൻ ദൈവമേ എന്ന് വിളിച്ച് ഉറക്കം അഭ്യർത്ഥിച്ചതും ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മഹത്തായ എഴുത്ത്, അത്ഭുതകരമായ എഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ ആ എഴുത്തിലൂടെ സഞ്ചരിച്ചാൽ, നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങൾ സഞ്ചരിച്ച് ഈശ്വരവാദങ്ങളിൽ എത്തിച്ചേരും. അതേ രചന ഈശ്വര വിശ്വാസിയായ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ സഞ്ചരിച്ച് നിരീശ്വരത്വത്തിൽ എത്തിച്ചേരും. അത് സാഹിത്യത്തിൻ്റെ വിവരിക്കാനാവാത്ത ഒരു ഡയറക്റ്റീവ്സാണ്. പി കെ ബാലകൃഷ്ണൻ്റെ അദ്ദേഹം നോവൽ എഴുതി, ചരിത്രം എഴുതി, സാഹിത്യ വിമർശനം എഴുതി. ഏതോ ഒരു നോവലിലെ, ഏതോ ഒരു ചരിത്ര ഗ്രന്ഥത്തിലെ, ഏതോ ഒരു സാഹിത്യ നിരൂപണത്തിലെ ഒരു വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ നിരീശ്വരത്വത്തിലൂടെ സഞ്ചരിച്ച് ഈശ്വര സന്നിധിയിലും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിലൂടെ സഞ്ചരിച്ച് നിരീശ്വരത്വത്തിലും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വാക്യം ഏതാണെന്ന് എനിക്ക് അറിയുകയില്ല. നമ്മൾ പി കെ ബിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പി കെ ബി തന്നെ നിൽക്കാനല്ലല്ലോ പി കെ ബിയെ കുറിച്ച് സംസാരിക്കുന്നത്. അത് ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അഭിസംബോധന ചെയ്തില്ലേ, ഞാനതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ഇവിടെ എവിടെയുണ്ട് പി കെ ബി. എന്നെ തിരിച്ചറിയുമെന്ന് പറഞ്ഞ എൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എൻ്റെ ലേഖനം വിളിച്ച് അഭിനന്ദിച്ചു, ഞാൻ പോയി കാണുകയും ചെയ്തു. എനിക്ക് ലേഖനം തന്നു കേട്ടോ. എനിക്ക് ഈ പറഞ്ഞ ഉറക്കമില്ലാത്ത രാത്രിയിലൂടെ എഴുതി തന്നതിന് അതിന് വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. അതാണ് ഈ ഒരല്ല് കൂടുതലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ വേറൊരു തന്നെ. ഈ കർണനെ കുറിച്ചുള്ള കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള ഒരു ലേഖനമാണ് അദ്ദേഹം എനിക്ക് എഴുതിയത്. അത് അദ്ദേഹം ജീവിതത്തിൽ എഴുതിയ അവസാനത്തെ ലേഖനം. അത് വായിച്ച് ഒന്നും വെട്ടാതെ പത്രസ്ഥാപനത്തിൽ കമ്പോസ് ചെയ്യാൻ കൊടുത്ത മൈനർ എഡിറ്ററാണ്, മഹാനായ എഡിറ്ററുടെ അവസാനത്തെ മൈനർ എഡിറ്ററാണ് ഞാൻ. ഒരല്ല് കൂടുന്നു ചെറിയ കാര്യമാണ്. പി കെ ബാലകൃഷ്ണൻ എഴുതിയ കൈയക്ഷരത്തിൽ എഴുതിയ ആർട്ടിക്കിൾ വായിച്ച് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അങ്ങ് കൊടുക്കുകയല്ലേ, പാസ് ചെയ്യും. അതൊരു എഡിറ്ററുടെ ജോലിയാണ്. അതൊരു വല്ലാത്ത അവസരമല്ലേ. ആ ഒരു അവസരം എനിക്ക് കിട്ടി, അതാണ് വലിയ കൂടുതലാണ്. വേറെ മറ്റെല്ലാ രംഗങ്ങളിലും എനിക്കൊരു എല്ല് കുറവാണ്. അത് ഇപ്പോൾ കുറച്ചുകൂടെ സംസാരിക്കാമെന്ന് മനസ്സിലാവും. എനിക്കൊരു എല്ല് കുറവുണ്ടോ, എല്ലിൻ്റെ കുറവുണ്ടോ. ഞാൻ പറയുന്നത് ഞാൻ പി കെ ബി. അപ്പോൾ ഞാൻ പറഞ്ഞ പി കെ ബിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പി കെയെ കുറിച്ച് മാത്രം സംസാരിക്കാനല്ലോ. ഞാൻ പി കെ ബിയുടെ ആത്മാവിനെ ഒരു വൈകുന്നേരം നടക്കാൻ ഇറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുകയാണ്. ഇറങ്ങി അദ്ദേഹം കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ പരിസരത്തെത്തിയാൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാവും, ഐ എം ടോട്ടലി അൺഫിറ്റ് എന്ന്. ഇന്നലെയുടെ ലെജൻഡ് നമ്മുടെ കാലഘട്ടത്തിൽ പരിപൂർണമായും അൺഫിറ്റാണ്. VJT ഹാളിൽ, സ്റ്റാച്യുവിൽ, കൊല്ലത്ത്, കോട്ടയത്ത്, എറണാകുളത്ത് അദ്ദേഹം ബഷീർ ബുക്ക് സ്റ്റോൾ നടത്തിയിരുന്ന വേട്ടുചെട്ടിയിൽ അദ്ദേഹം ഭക്ത ഹനുമാനെ പോലെ, ശ്രീരാമന്റെ മുന്നിൽ ഭക്ത ഹനുമാൻ പോലെ നിന്ന പുത്തേഴത്ത് രാമൻ മേനോൻ, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൽ പുത്തേഴത്ത് രാമൻ മേനോനാണ് ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. പുത്തേഴത്ത് രാമൻ തൃശ്ശൂരിൽ, കോഴിക്കോട്ട്, കണ്ണൂർ, കോട്ടയിലെല്ലാം വിസ്മിറ്റാണ്. എന്താണ് പി കെ ബാലകൃഷ്ണന്റെ കാലത്ത് ഏകാന്ത ധ്യാനമായിരുന്ന സാഹിത്യം ആദ്യം ചന്തയായി. നമ്മൾ പുസ്തക ചന്ത എന്നൊക്കെ അല്ലേ പറഞ്ഞു, പിന്നീട് ഫെസ്റ്റിവലായി, ഇപ്പോൾ കാർണിവലായി. ഈ കാർണിവലിലൂടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ സാഹിത്യത്തോടുള്ള ഫാസിനേഷൻ കൊണ്ട്, സാഹിത്യകാരന്മാരോടുള്ള ഫാസിനേഷൻ കൊണ്ട് അതിലെ വിവിധ സെഷനുകളിലൂടെ കടന്നു പോവുകയും അതിലെ നട്ടാൽ കുരുക്കാത്ത നുണകൾ കേട്ട് കോരിത്തിരിക്കുകയും അതിലെ അസത്യങ്ങളുടെ വലിയ പെരുന്നാൾ കൊണ്ടാടുകയും അന്തിമമായി 1000 തെറ്റിദ്ധാരണകളുടെ ബാങ്ക് ബാലൻസുമായി പുറത്തു വരികയും ചെയ്യുന്നു. അതാണ് ഇന്നത്തെ സാഹിത്യം. ഞെട്ടുകയെന്നും വേണ്ട, ഞാൻ ഡിസന്റുകൾ എടുത്തിട്ട് തന്നെയാണ്. വിമതസ്വരങ്ങളില്ലാത്ത ഒരു സമൂഹം പൂർണ്ണമായും ജീർണിച്ചതാണ്. അത്രയും ജീർണിച്ച ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാള നോവലിൻ്റെ വനിതാ ആരാച്ചാർ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും റൈറ്റർ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ റൈറ്റർ വലിയൊരു നോവലിസ്റ്റാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. CV രാമപിള്ളയുടെ ധർമ്മരാജ മര്യാദയ്ക്ക് വായിക്കാത്തതാണ്. CV രാമപിള്ളയുടെ നോവലുകളിലെ ദുർഗമ ഗോപുരങ്ങളിലേക്ക്
നഗ്ന പദയാത്ര നടത്താത്തത് കൊണ്ടാണ് മൈനർ ഫെല്ലോസ് വലിയ കൊളോസസുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. കുന്നംകുളത്തെ കുറിച്ച് പറഞ്ഞൊരു തമാശ ഉണ്ടല്ലോ. നമ്മൾ അവിടെ ഒരു കടയിൽ കയറിയേ 11 രൂപയ്ക്ക് പറ്റിയിട്ട് 25 രൂപയുടെ ഒറ്റനോട്ട് കൊടുത്താൽ ആ കടക്കാരൻ ഒരു പ്രയാസം പറയാതെ 14 രൂപയുടെ ഒറ്റനോട്ട് ബാക്കി തരുമോ? കുന്നംകുളത്ത് മാത്രമേ ഇത് സാധിക്കും. കുന്നംകുളത്തെ 14 രൂപയുടെയും 31 രൂപയുടെയും 55 രൂപയുടെയും 105 രൂപയുടെയും ഒറ്റ നോട്ടുകൾ ഇറക്കി കച്ചവടം പൊടിപിടിക്കുന്ന ഇട്ടിക്കോര വലിയൊരു നോവലിസ്റ്റാണെന്ന് തോന്നുന്നത് ബഷീറിന്റെ ശബ്ദങ്ങളിലെ നിശബ്ദതയും ബഷീറിന്റെ മതിലുകൾക്ക് മുകളിലെ മതിലുകളില്ലാത്ത ആകാശത്തെയും വായിക്കാത്തതുകൊണ്ടാണ്. ക്ലാസിക്കൽ റീഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. സാഹിത്യ വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും അതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്ലാസിക്കൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിന്റെ രാമായണത്തിന്റെ സംസ്കൃതം വായിക്കുന്നൊന്നുമല്ല. നമ്മുടെ കാലഘട്ടം മലയാള സാഹിത്യത്തിലെ ഒരു ട്രഡീഷണൽ ലിറ്ററേച്ചറുണ്ട്. ഉദാഹരണ പേരല്ലേ ഞാൻ പറഞ്ഞത്. ഉമ്മാച്ചും സുന്ദരികളും സുന്ദരന്മാരും ഒന്നും വായിക്കാതെ നിങ്ങൾ എന്ത് BA ആണ് എടുക്കുന്നത്? അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പേരുകാർ വലിയ നോവലിസ്റ്റുകളാണെന്ന് തോന്നും. ഇല്ല. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? ക്ലാസിക്കൽ റീഡിംഗ് ഇല്ല, ആണുങ്ങളെ വായിച്ചിട്ടില്ല, വായിക്കാൻ അറിയില്ല. ഞാൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വായിച്ച ഏറ്റവും മോശപ്പെട്ട മലയാള നോവലാണ് തപോമയി, അവരുടെ അച്ഛനെ കുറിച്ച് എഴുതിയ നോവൽ. പക്ഷെ അതിന് കിട്ടിയെന്താണ്? ഇനിയൊരു ജന്മം കൂടി തരണേന്ന് പ്രാർത്ഥിച്ച കവിയുടെ പേരിലുള്ള അവാർഡ്. കവി ഇനി തീരുമാനിക്കും ഇനി ഇങ്ങോട്ട് പോരണ്ടാന്ന്. നല്ല കഥാകൃത്താണ് കേട്ടോ, അതും കൂടെ ഞാൻ പറയാം. ഒന്നാം തരം ചെറുതാകൃത്താണ്. നോവലൊക്കെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ 15 അവാർഡ് മറ്റോ കിട്ടി ഇതിനകത്ത് തന്നെ. 25ാമത്തെ പതിപ്പാണ്. അതുകൊണ്ട് എന്താ ഇവിടെ ആരെങ്കിലും വരണ്ടോ? ഇല്ല. ഇവിടെ ആരും പേടിക്കാനൊന്നും പോകുന്നില്ല. ഇത് ചവറാണെന്ന് പറയാൻ വേണ്ട അക്കാഡമിക് വിദ്യാഭ്യാസം എനിക്ക് സാഹിത്യത്തിലുണ്ട്. പിന്നെന്താണ് എനിക്ക് പറഞ്ഞാൽ മലയാള സാഹിത്യ സംസ്ഥ കേരള സാഹിത്യ പരിഷത്തിന്റെ വേദികൾ വിമതസ്വരങ്ങൾ ലോഞ്ച് ചെയ്യാനും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് സാഹിത്യം? സാഹിത്യം കാർണിവലാണ്. എന്താണ് സാഹിത്യം എന്നതിന് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഏതാണ്ട് മധ്യത്തോടു കൂടി വലിയൊരു നോവലിസ്റ്റ് അദ്ദേഹത്തിന്റെ നോവലിന്റെ ശീർഷകമായി എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ലിറ്ററേച്ചർ? ഇറ്റ് ഈസ് 100 years of solitude. എന്താണ് സാഹിത്യം? സാഹിത്യം ഏകാന്തതയുടെ 100 വർഷങ്ങളാണ്. അപ്പൊ ഞാൻ ഈ നോവൽ എഴുതി തുടങ്ങി ഞാൻ ആലോചിച്ചു, എന്താണ് ഈ ഏകാന്തതയുടെ 100 വർഷങ്ങൾ? ഒരു മനുഷ്യന് 100 വർഷത്തെ ഏകാന്തത അനുഭവിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 100 വയസ്സ് വരെ ജീവിച്ചു എന്ന് വിചാരിക്കുക. എങ്കിലും എനിക്ക് 100 വർഷം ഞാൻ ഏകാന്തതയിലാണെന്നൊരു ബോധം എനിക്ക് വരണമെങ്കിൽ തന്നെ 10 വയസ്സ് കഴിയണ്ടേ. അപ്പൊ 100 വയസ്സ് വരെ ജീവിക്കുക അങ്ങനെ പറ്റില്ല. ഇതിങ്ങനെ വായിച്ച് പോയപ്പോഴാണ് അതിലൊരു സ്ഥലത്ത് ഈ മരിച്ചുപോയവർക്ക് ദാഹിക്കുമെന്നുള്ളത് കൊണ്ട് അവർക്ക് വന്ന് കുടിക്കാനായി കുടങ്ങളിൽ വെള്ളം നിറച്ച് വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെ വെച്ചൊരു ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി, മരിച്ചുപോയവർ അനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ചാണ് മാർക്സ് പറയുന്നത്. ജീവിച്ചിരിക്കുന്നവർ അനുഭവിക്കുന്ന ഏകാന്തതയെക്കുറിച്ചല്ല. മരിച്ചുപോയവർ അനുഭവിക്കുന്ന അവിരാമമായ ഏകാന്തതയെക്കുറിച്ചാണ് മാർക്സ് എഴുതിയ നോവൽ എഴുതിയത്. അവർക്ക് ദാഹിക്കുമ്പോൾ വന്ന് വെള്ളം കുടിക്കാനായി കുടങ്ങളിൽ വെള്ളം സ്വീകരിച്ച് വയ്ക്കുന്ന ഒരു നിമിഷമുണ്ടത്. അപ്പൊ എന്താണ് സാഹിത്യം? എന്താണ് എഴുത്തുകാരൻ? ഈസ് 100 years of solitude. ദാഹിക്കുന്നെങ്കിൽ ഗ്രാമത്തിലെ നിഷ്കളങ്കരായ സ്ത്രീകൾ കൊണ്ടു നടക്കുന്ന കുടങ്ങളിൽ വന്ന് ദാഹം തീർത്ത് മണ്ണടരുകളിലേക്ക് മൺവാസനകളിലേക്ക് തിരിച്ചു പോകണം. ആരാണ് വായനക്കാരൻ? ഹി ആൾസോ ഈസ് 100 years of solitude. വായന ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. അയാൾക്ക് കുടിക്കാനുള്ള വെള്ളം അയാൾ വായിക്കുന്ന പുസ്തകത്തിനകത്ത് നിന്ന് തന്നെ കിട്ടും. എന്നിട്ട് തോന്നിയിടത്തേക്ക് തിരിച്ചു പോകാം. പക്ഷേ കാർണിവലുകളിലേക്ക് തിരിച്ചു പോകരുത്. ഞാനിങ്ങനെ PK ബാലകൃഷ്ണൻ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന എന്തൊക്കെ ഇങ്ങനെ വാരി വേറിയ കൂട്ടത്തിൽ ഞാൻ ഒരു വാക്യം കൂടി പറഞ്ഞോളട്ടെ. അദ്ദേഹം, ഞാൻ ചരിത്ര രചനയിലേക്ക് വന്നില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യമാണ് ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത്. ദ ലാസ്റ്റ് സെന്റൻസ്. അത് കഴിഞ്ഞ അടിവരെയാണ്. അദ്ദേഹം കേരള ചരിത്രത്തിന്റെ അടരുകളിൽ മുങ്ങിത്തപ്പി നമ്പൂതിരി എന്നൊരു കഥാപാത്രത്തെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇംഗ്ലീഷ് ഭാഷ വിളച്ച ഭാഷ തന്നെയാണെന്ന സമ്പൂജ്യ വിശ്വാസത്തിന്, ഉത്തമ വിശ്വാസമല്ല സമ്പൂജ്യ വിശ്വാസമാണ്, വരുതിക്ക് ജോലി ചെയ്യേണ്ട സർക്കാർ ജോലി ദാസ്യവൃത്തി തന്നെയാണെന്ന സമ്പൂജ്യ വിശ്വാസത്തിലും, വംശനിർമ്മാർജ്ജന നിരതമായ സ്വന്തം കുടുംബക്രമം സനാതന പവിത്രമാണെന്ന സമ്പൂജ്യ വിശ്വാസത്തിലും,
പതർച്ചയില്ലാതെ വീറോടെ ഷഡിച്ചു നിന്ന നമ്പൂതിരി, ആത്മഹനന പ്രക്രിയയുടെ അവസാന ദൗത്യം കൂടി നടിച്ചു തീർത്ത നമ്പൂതിരി, ഒരേ സമയത്ത് കേരളീയ ജാതി വ്യവസ്ഥയുടെ ആത്മസ്തുതി ഗീതവും അതിൻ്റെ സ്വയംകൃത രക്തസാക്ഷിയുടെ ചരമ സംഗീതവുമാണ്. ആത്മസ്തുതി ഗീതവും ചരമ സംഗീതവുമാണ്. ഒരു MGS നാരായണനോ ഒരു ശ്രീധരമേനോനോ എഴുതാൻ കഴിയുന്നൊരു വാക്യമല്ല ഇത്. ചരിത്രത്തിൻ്റെ സജ്ജല നേത്രങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ വിമർശിക്കും PK ബാലകൃഷ്ണൻ ചരിത്രത്തെ ഇമോഷണൽ ആക്കുന്നു. അവരോട് PK ബാലകൃഷ്ണൻ തിരിച്ചു വയ്ക്കാൻ സാധ്യതയുള്ളത്, നിങ്ങളുടെ ആരാണ് പറഞ്ഞത്? ശിലാസ്ഥാപനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ചിലയോളം നിസ്സംഗമാണ് ചരിത്രമെന്ന് നിങ്ങളുടെ ആരാണ് സാർ പറഞ്ഞത് എന്ന് തിരിച്ചു വയ്ക്കും. വിൽറ്റ്മാൻ ലീവ്സ് ഓഫ് ഗ്രാസിലല്ലേ പറഞ്ഞത്? സമുദ്രത്തിൽ പകൽ മുഴുവൻ സമുദ്രത്തിൽ മുങ്ങിത്തപ്പുകയും സായാഹ്നത്തിൽ ചോരച്ച കണ്ണുകളോടെ പുറത്തു വരികയും ചെയ്യുന്ന ഒരാളാണ് കവി എന്ന്. പകലിൽ മാത്രമല്ല, രാത്രിയിലും മനസ്സിൻ്റെയും അക്ഷരങ്ങളുടെയും സമുദ്രത്തിൽ മുങ്ങിത്തപ്പുകയും പിറ്റേന്ന് പ്രഭാതത്തിൽ സൂര്യനോടൊപ്പം ചോരച്ച കണ്ണുകളോടെ പുറത്തു വരികയും ചെയ്ത ഒരു എഴുത്തുകാരനാണ് PK ബാലകൃഷ്ണൻ. PK ബാലകൃഷ്ണനെ വിസ്മരിക്കാൻ മറക്കാതിരുന്നവർക്ക് വേണ്ടി, PK ബാലകൃഷ്ണനെ വിസ്മരിക്കുവാൻ മറക്കാതിരുന്നവർക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.